ലഹരി വിരുദ്ധം നമ്മുടെ വിദ്യാലയങ്ങളിലടക്കം ഇന്ന് ലഹരി വിരുദ്ധം ഒരു സർവ്വസാധാരണമായി കണ്ടുവരുന്നതായിരുന്നു. അപ്പോൾ അതിനെതിരെ SFI എടുക്കുന്ന ഒരു നിലപാട് അതുകൂടെ. തീർച്ചയായിട്ടും ലഹരി ഇപ്പോൾ വലിയ രൂപത്തിൽ ഇപ്പോൾ അത് സിന്തറ്റിക് ഡ്രഗ്സിലേക്കും മറ്റുമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള അടച്ചുപൂട്ടൽ ലോകവ്യാപകമായി തന്നെ ഇതിൻ്റെ വിപണനം വലിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഉപഭോഗവും അതിനനുസരിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ പിടിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം കേരളത്തിൽ അത് ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാണെന്നുള്ളതാണ്. മറ്റിടങ്ങളിൽ ഇത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇത് ഉപയോഗിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം ഉള്ള സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചാബ് പോലെയൊക്കെയുള്ള ഹരിയാനയൊക്കെ പോലുള്ള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഇത് വളരെ രൂക്ഷമാണ്. കേരളത്തിലും അത് രൂക്ഷമാണ്. എന്നാൽ ഇത് ഉണ്ടാക്കപ്പെടുന്ന കർണാടകയിൽ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാംഗ്ലൂരും അതിൻ്റെ ഔട്ട്സ്കേർട്സുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഈ പറയുന്ന രാസലഹരികൾ നിർമ്മിക്കപ്പെടുന്ന ഇടം. അവിടെ നിന്ന് വരുന്ന റൂട്ടുകളിലൊന്നും പിടിക്കുന്നില്ല. ഈ കർണാടകയിലോ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ പിടിക്കാത്തത് കേരളത്തിൽ പിടിക്കുന്നു എന്നുള്ളത് കാര്യക്ഷമതയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു എക്സൈസും പോലീസും തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ട് മാത്രം നിർത്താൻ കഴിയുന്ന ഒന്നല്ല ലഹരി എന്ന് പറയും. അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നിലവിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ അവബോധം ഉണ്ടാക്കേണ്ടിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ എന്തുകൊണ്ട് ലഹരിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത്. ലഹരി SFI നേരത്തെ എടുത്തൊരു ക്യാമ്പയിൻ്റെ പേര് ലഹരിയാവാം കളിയിടങ്ങളോട് എന്നുള്ളതായിരുന്നു. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടും ഒട്ടനവധിയായിട്ടുള്ള കായിക മത്സരങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ സംഘടിപ്പിച്ചു. ഞങ്ങൾ എല്ലാ വർഷവും 50-ാം വാർഷിക ഈ ഞങ്ങളുടെ SFIയുടെ വാർഷികം വരുന്ന സമയത്തെല്ലാം ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങൾ കൂടി വലിയ പ്രാധാന്യം നൽകാറുണ്ട്. അപ്പോൾ കായിക വിനോദങ്ങളിലൂടെ മറ്റ് മേഖലകളിലേക്ക് ഈ പറയുന്ന യുവത്വത്തിൻ്റെ പ്രസരിപ്പ്, ഊർജം ഇത് മുഴുവൻ ചോർത്തിക്കളയുന്നതാണ് ലഹരി എന്ന് പറയുന്നത്. അതവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും ആ ഊർജം അതിനെ മറ്റു വഴികളിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളത് അത് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുള്ള സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള രീതിയിൽ ആ ഊർജത്തെ മാറ്റുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ കൂടി കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ഏറ്റെടുക്കും. ക്യാമ്പസുകളിൽ ആദ്യം SFI സഖാക്കൾ ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതോടൊപ്പം ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്യുന്നവരായിട്ട് ക്യാമ്പസിൽ മാറും.